ഈസ്റ്റർ ആശംസിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി വത്തിക്കാനിലെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതും വളരെ പ്രസിദ്ധമായ പോപ്പ് മൊബീലിൽ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ പോപ്പ് മൊബീലിലൂടെയുള്ള ആദ്യത്തെയും അവസാനത്തെയും യാത്രയായിരുന്നു അത്. പോപ്പിന്റെ സഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനമാണ് പോപ്പ് മൊബീൽ. പൊതുജനങ്ങളെ കാണാനും അഭിവാദ്യം ചെയ്യാനും പോപ്പിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോട്ടോർ വാഹനമാണ് പോപ്പ് മൊബീൽ. ഇതിനുള്ളിൽ നിന്നുകൊണ്ടാണ് പോപ്പ് ജനങ്ങളെ കാണുന്നത് തന്നെ. സുരക്ഷയിൽ മുൻപന്തിയിലാണ് ഈ വാഹനമുള്ളത്. പുറത്തു നിന്നും അകത്തു നിന്നും നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇത്രയും വർഷങ്ങളിൽ മെർസിഡീസ് ബെൻസ്, ഫിയറ്റ്, ജീപ്പ്, കാഡിലാക്ക് തുടങ്ങിയ ബ്രാൻഡുകളാണ് വാഹനം നിർമ്മിച്ചു കൊണ്ടിരുന്നത്. ആധുനിക പോപ്പ് മൊബീലിന് ഉയർന്ന ഒരു സീറ്റ് ഉണ്ട്. അത് കൂടുതൽ ദൃശ്യപര്യത നൽകുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ പോപ്പ് മൊബീൽ മെർസിഡീസ് ബെൻസിന്റെ ജി ക്ലാസ്സിൽ വരുന്ന SUV ആണ്. 2024 ഡിസംബറിലാണ് ഇലക്ട്രിക്കലിൽ വരുന്ന പുതിയ പോപ്പ് മൊബീൽ കത്തോലിക് ചർച്ചിനെ മെർസിഡസ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. പഴയ വാഹനത്തിൽ നിന്നും പുതിയതിനെ വ്യത്യസ്തമാക്കുന്നത് വാഹനത്തിന്റെ പിൻഭാഗത്തെ മാറ്റങ്ങളാണ്. സാധാരണ പിൻസീറ്റിനും ട്രങ്കിനും പകരം പോപ്പ് മൊബീലിൽ 3 പിൻസീറ്റുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് ഉയർന്നതും സെന്ററിൽ നിന്ന് കറക്കാൻ പറ്റുന്നതുമാണ്. കാറിന്റെ പിൻഭാഗത്തൂടെ കയറാൻ പാകത്തിലുള്ള സ്റ്റെപ്പുകളായിട്ടാണ് ട്രങ്ക് ഹാച്ച് ഉള്ളത്. ഇനി മോശം കാലാവസ്ഥയിലോ അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായോ 360 വിൻഡോ വ്യൂ ഉള്ള റൂഫും ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ പോപ്പ് മൊബീലിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ മോട്ടോറൈഡ് പോപ്പ് മൊബീലുകളിൽ ഒന്ന് നിർമ്മിച്ചത് ഇപ്പോൾ നിലവിലല്ലാത്ത ഗ്രഹാം പേജ് എന്ന കമ്പനിയാണ്. 1929 ഒരു കറുത്ത ഗ്രഹാം പേജ് ടൈപ്പ് 837 പോപ്പ് പയസ് 11 സമ്മാനിച്ചത്. പിന്നീട് 1930 മെർസിഡസ് ബെൻസ് പയസ് 11 പോപ്പിന് കറുത്ത നൂർബർഗ് 460 പുൾമാൻ സലൂൺ സമ്മാനമായി നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ പോപ്പ് മൊബീൽ പോലെ ഉയർന്ന സീറ്റ് ആയിരുന്നില്ല ആ ലിമോനസിൽ ഉണ്ടായിരുന്നത്. പകരം സുരക്ഷയ്ക്കായിരുന്നു മുൻകരുതൽ ഉണ്ടായിരുന്നത്. ഇതിൽ പോപ്പ് സുരക്ഷിതനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1960 മെർസിഡസ് ബെൻസ് ആദ്യത്തെ കൺവേർട്ടബിൾ പോപ്പ് മൊബൈലായ മെർസിഡസ് ബെൻസ് 300D അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുതിയ മോഡൽ വാഹനത്തിലൂടെ പൊതുജനങ്ങൾക്ക് പോപ്പിനെ കൂടുതൽ എളുപ്പത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. 1981 ഈ തുറന്ന വാഹനയാത്രയ്ക്ക് ദോഷഫലങ്ങളുണ്ട് എന്നും മനസ്സിലാക്കുകയായിരുന്നു. അന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഫിയറ്റിന്റെ കാറിൽ സഞ്ചരിക്കുമ്പോൾ മാർപ്പാപ്പ ജോൺ പോൾ II വെടിയേൽക്കുകയും ഈ തുറന്ന വാഹനയാത്ര വളരെയേറെ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾക്ക് കാരണമായി. ഈ സംഭവത്തോടെ പോപ്പ് മൊബീലുകൾ, പ്രത്യേകിച്ച് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉൾപ്പെടെ എങ്ങനെ നിർമ്മിക്കണമെന്ന് കത്തോലിക്ക സഭയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. 1998 ജോൺ പോൾ II മാർപ്പാപ്പയുടെ മെക്സിക്കോ സിറ്റി യാത്രയ്ക്കായി കാഡിലാക്ക് ഡി വില്ലെ പരേഡ് ഫൈറ്റൺ പ്രത്യേകമായി നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മോഡലിന് യഥാർത്ഥ മോഡലിനേക്കാൾ വീതിയേറിയ വാതിലുകൾ, പിൻവലിക്കാവുന്ന പടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്ര മെർസിഡസിന്റെ വാഹനങ്ങളിൽ മാത്രമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 2015 വാഷിംഗ്ടൺ DC-യിലേക്കുള്ള സന്ദർശനത്തിന്റെ പോപ്പ് ഫ്രാൻസിസ് ഒരു കറുത്ത ഫിയറ്റ് 500L കാറിലാണ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. വിലയും വലിപ്പവും കണക്കിലെടുത്താണ് പോപ്പ് ഈ വാഹനം തിരഞ്ഞെടുത്തതെന്ന് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്രക്കിടെ പോപ്പിന്റെ സുരക്ഷാ സംഘം വലിയ SUV-കളിൽ സഞ്ചരിച്ചപ്പോൾ ഫിയറ്റിന്റെ ഈ കാർ വേറിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നും അധികം യാത്ര ചെയ്തിട്ടേയില്ല. ലളിതമായിരുന്നു മാർപ്പാപ്പ. ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്ന മുൻ മാർപ്പാപ്പകളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ലിമോനിസുകളിൽ ഒഴിവാക്കുകയും സഹ കർദിനാൾമാർക്കൊപ്പം വാനിൽ സഞ്ചരിക്കാനുമായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വില കൂടിയതും ആഡംബരവുമായ കാറുകൾ ഒഴിവാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം തന്നെ. വത്തിക്കാനിലെത്തിയ പോപ്പ് ആദ്യമായി തിരഞ്ഞെടുത്തത് പരമ്പരാഗത ലിമോസിസ് പകരം കടും നീല നിറത്തിലുള്ള ഫോർഡ് ഫോക്കസ് ആയിരുന്നു. സ്ഥാനമേറ്റതിന് പിന്നാലെ പോപ്പ് ഫ്രാൻസിസിന് ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓഡോമീറ്ററിൽ 3 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വിന്റേജ് 1984 റെനോ 4L കാറ്. പോപ്പ് ഈ കാറിൽ വത്തിക്കാനിൽ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. 2025 അമേരിക്ക സന്ദർശിച്ചപ്പോൾ കറുത്ത ഫിയറ്റ് 500L കാറിലായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. കവചിത SUV-കളിൽ നിന്നും മാറി ലളിതമായ കാറിൽ സഞ്ചരിച്ചത് ശ്രദ്ധേയമായിരുന്നു. പിന്നീട് ഈ കാർ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലേലം ചെയ്യുകയായിരുന്നു. 2019 പോപ്പിന് റെനോയിൽ നിന്ന് പ്രത്യേകം കോൺഫിഗർ ചെയ്ത ഡാസിയ ഡസ്റ്റർ 4x4 കാർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളി നിറത്തിലുള്ള ഈ കാറിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്യാനും സാധിച്ചിരുന്നു. റൊമാനിയയിലെ സന്ദർശന സമയം ഈ കാർ ഉപയോഗിക്കുമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇടയ്ക്കിടെ ആഡംബര കാറുകൾ സമ്മാനമായി ലഭിക്കാറുണ്ട്. ലംബോഗിനി, ഹുറോഗൻ, ഹാർലി ഡേവിഡ്സൺ എന്നിവ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലേലം ചെയ്യുകയും ചെയ്തിരുന്നു.